നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില നേരങ്ങളിൽ ചില സമയങ്ങളിൽ ദൈവവിശ്വാസികൾ പോലും ദൈവത്തെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, നിന്റെ മുന്നിലല്ല ഈ അപകടം നടന്നത്, നിനക്കൊന്ന് രക്ഷിച്ചിടുകയായിരുന്നോ എന്ന് പോലും നമ്മൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതും ഉണ്ടായിട്ടുമുണ്ട്. ദൈവമേ, നിനക്കൊന്ന് കണ്ണു തുറന്നുകൂടായിരുന്നോ, നീ ഒന്ന് രക്ഷിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ പല ഘട്ടത്തിലും ദൈവമേ നീ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാലും ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന അപകട മരണങ്ങൾ അതൊരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അത്തരത്തിലൊരു അപകട മരണം സംഭവിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ ആഴിമല ശിവക്ഷേത്രത്തിൽ മാത്രം ഒരു അപകട മരണം സംഭവിച്ചു. ഇത് രണ്ടും ഷോക്കേറ്റുള്ള മരണം തന്നെയായിരുന്നു. പത്തനംതിട്ടയിൽ ക്ഷേത്ര കഴകം ഷോക്കേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പത്തനംതിട്ട അയിരൂർ രാമേശ്വരം ക്ഷേത്രത്തിലെ കഴകം വിനുകുമാർ എന്ന 45 വയസ്സുകാരനാണ് ഷോക്കേറ്റ് മരിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്കായി കൂവളത്തിന്റെ ഇല പറിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കൂവള മരത്തിൽ നിന്ന് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ഇല പറിക്കുന്നതിനിടയിൽ വൈദ്യുത ലൈനിൽ തട്ടുകയായിരുന്നു. ഇരുമ്പ് തോട്ടി അബദ്ധത്തിൽ വൈദ്യുത ലൈനിൽ തട്ടിയതോടുകൂടി വിനുകുമാറിന് ഷോക്കേറ്റു. അയിരൂർ സ്വദേശിയാണ് വിനുകുമാർ. മൃതദേഹം കോഴാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഓഗസ്റ്റ് 16-ാം തീയതിയും സമാനമായ രീതിയിൽ വിഴിഞ്ഞത്തെ ആഴിമല ശിവക്ഷേത്രത്തിലെ ജീവനക്കാരനും മരിച്ചിരുന്നു. അതും ജോലിക്കിടയിലാണ് ഷോക്കേറ്റ് മരണമുണ്ടായത്. നെയ്യാറ്റിങ്കര സ്വദേശിയായ രാഹുൽ വിജയനാണ് അന്ന് മരിച്ചത്. പ്രഷർ ഗണ്ണിൽ നിന്ന് ഷോക്കേറ്റാണ് ദാരുണാന്ത്യം അന്ന് രാഹുലിനുണ്ടായത്. നെയ്യാറ്റിങ്കര ഡാലുമുഖം സ്വദേശിയും ക്ഷേത്രത്തിലെ ശുചീകരണ ജോലിക്കാരനുമായ രാഹുൽ വിജയനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15-ാം തീയതി രാത്രി ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചു എന്നാണ് നിഗമനം. പ്രഷർ ഗൺ ഉപയോഗിച്ച് ക്ഷേത്രമുറ്റം വൃത്തിയാക്കുന്നതിനിടയിൽ ഉപകരണത്തിൽ നിന്ന് തന്നെ ഷോക്കേറ്റിരിക്കാം എന്ന പ്രാഥമിക നിഗമനം വരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും ടൂറിസം കേന്ദ്രവുമായ ആഴിമല ക്ഷേത്രത്തിൽ 5 വർഷമായി ജീവനക്കാരനായ രാഹുൽ ചിങ്ങം 1 ചടങ്ങുകൾക്ക് മുന്നോടിയായി ക്ഷേത്രം വൃത്തിയാക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിരുന്നു. ദൈവമേ, നിന്റെ കൺമുന്നിൽ വെച്ചല്ലായിരുന്നു ഈ മരണം, നീ അവനെ രക്ഷിച്ചല്ലോ എന്നായിരുന്നു അന്ന് രാഹുലിന്റെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാഹുലിന്റെ അമ്മ കരഞ്ഞ ചോദ്യം. വലിയ രീതിയിലുള്ള ദുരന്തവുമാണ് അന്ന് സംഭവിച്ചത്. അന്നും അത്തരത്തിൽ വെള്ളം ധാരാളമായി ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് പോയി നോക്കുമ്പോൾ ഷോക്കേറ്റ നിലയിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നോക്കുക, ഈ മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചുഴലിക്കാറ്റടക്കമുള്ളവ ഇപ്പോൾ നമ്മുടെ കേരള തീരത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വൈദ്യുത ലൈൻ പൊട്ടി വീണ മരത്തിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. മരത്തിന്റെ കീഴിലേക്ക് പോകാതിരിക്കുക, കാരണം മരക്കൊമ്പ് വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ വൈദ്യുതിയിൽ നിന്ന് ഷോക്കേറ്റാനുള്ള സാധ്യത ഈ മഴക്കാലത്ത് വളരെ കൂടുതലാണ്. അതുകൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പൂജയ്ക്കാണ് ഒക്കെയാണ് ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവൻ കൂടി സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക.